ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ആഴമുള്ളൊരാത്മീയത തൻ്റെ കേൾവിക്കാർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ അവരുടെ നിത്യജീവിതത്തിൽ കൂടുതൽ കൂടുതൽ അവർ കണ്ടുമുട്ടുന്നതും ഉപയോഗപ്പെടുത്തുന്നതും അനുഭവേദ്യമാകുന്നതും അവരുടെ ജീവിതവുമായി പൊരുത്തപ്പെട്ട് കിടക്കുന്നതുമായ സാധാരണ കാര്യങ്ങളിലേക്ക് ക്രിസ്തു പൊരുത്തപ്പെടുത്തുകയാണ്. വചനം ഹൃദയത്തിൽ പതിക്കുമ്പോൾ അതിൽ സംഭവിക്കുന്ന മാറ്റങ്ങളും അതൊരു മനുഷ്യൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന ആത്മീയമായ ഉയർച്ചയും അതിലൂടെ മറ്റുള്ളവർക്കുണ്ടാവുന്ന നന്മകളും പ്രകാശവും പ്രചോദനവുമൊക്കെ ഈ വചനത്തിൽ എപ്പോഴും ഒരു വഴിവിളക്കായി നിൽക്കുകയാണ്. ഉപമകളിലൂടെ സാധാരണ മനുഷ്യർക്ക് മനസ്സിലാകുന്ന ഭാഷകളിലൂടെ അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കൃഷിയും കൃഷിയിടങ്ങളും അവർ ഉപയോഗിക്കുന്ന കാര്യങ്ങളുമൊക്കെ വ്യക്തതയോടും കൃത്യമായും ക്രിസ്തു പ്രതിപാദിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റൊരു സംശയങ്ങളിലേക്ക് പോകേണ്ടതായി വരിക പോലുമില്ല. സാധാരണ മനുഷ്യർക്ക് പോലും മനസ്സിലാകുന്ന ഏറ്റവും സുന്ദരവും ലാളിത്യപൂരിതവുമായ ഉപമാവിശേഷണങ്ങൾ ദൈവരാജ്യത്തോട് തുലനം ചെയ്യുകയാണ് ഈ രീതികളിലൂടെ, ഈ പഠനങ്ങളിലൂടെയൊക്കെ തന്നെ. ജീവിതത്തിൽ നാം പാലിക്കേണ്ടതും ശ്രദ്ധിക്കേണ്ടതുമായ ഒരു ആത്മീയതയെക്കുറിച്ച് തന്നെയാണ് ക്രിസ്തു പഠിപ്പിക്കുന്നത്. വചനം ശക്തിയുള്ളതാണ്, വിശുദ്ധിയുള്ളതാണ്, കൃപയുള്ളതാണ്. അതിന് അനുഗ്രഹദായകമായ പ്രതിഫലങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. ആർക്കെങ്കിലുമൊക്കെ നമ്മുടെ ജീവിതം തെല്ലൊരു ഉപകാരത്തിന് കാരണമാകുന്നില്ലെങ്കിൽ അതെത്രമാത്രം വ്യർത്ഥമാകുന്നുണ്ട്. സ്വീകരിക്കുന്ന ആത്മീയതകളും ജീവിക്കുന്ന ജീവിത നന്മകളും ഒക്കെ എന്നും പ്രചോദനാത്മകമായി രൂപപ്പെടട്ടെ. ക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ പാകപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്ന ഒരു ആത്മീയ വിത്തുകൾ അത് ഫലമായി രൂപപ്പെടേണ്ടിയിരിക്കുന്നു. നാം പോലും അറിയാതെ തന്നെ നമ്മളിൽ വളരേണ്ട ഒരു ആത്മീയതകളെക്കുറിച്ച് പലപ്പോഴും ഇങ്ങനെ നമ്മൾ മുളയെടുക്കുന്ന നന്മകളെക്കുറിച്ച് ക്രിസ്തു നന്നായി രൂപപ്പെടുത്തി ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. ആത്മീയതകൾ എപ്പോഴും അങ്ങനെയാണ്. ആത്മീയ വിശുദ്ധിയോടും അന്തസത്തയോടും കൂടി നാം സ്വീകരിക്കുന്ന ആത്മീയ വചനങ്ങളൊക്കെ തന്നെ ഹൃദയത്തിൽ ഇങ്ങനെ നൂറുമേനി പാകപ്പെടുവാൻ പരുവത്തിൽ വളരുന്നുണ്ട്. അത് വിശുദ്ധി പ്രാപിക്കുന്നുണ്ട്. അതിങ്ങനെ മറ്റുള്ളവർക്ക് തണലാകുവാനും ആകാശത്തിലെ പറവകൾക്ക് ചേക്കേറുവാൻ പാകത്തിൽ ഉയരങ്ങൾ താണ്ടുന്ന ഒരു വൃക്ഷമായി രൂപപ്പെടുന്നുണ്ട്. ഏതൊരു കാര്യവും അതിൻ്റെ ആരംഭങ്ങൾ എപ്പോഴും ഒരു നിസ്സഹായാവസ്ഥയും നിസ്സാരാവസ്ഥയും ഒക്കെ ഉണ്ടാവുന്നുണ്ട്. എല്ലാ ജീവിതവും തുടങ്ങുന്നത് അങ്ങനെയൊരു ചെറുതാകുന്ന മനോഭാവത്തിൽ നിന്ന് തന്നെയാകുന്നുവല്ലോ. ഒന്ന് നിസ്സാരമായി കരുതണ്ട എന്ന് തന്നെയാവണം ക്രിസ്തു പഠിപ്പിക്കുന്നത്. കാരണം നാം കാണുന്ന എല്ലാ നിസ്സാരതകളിലും സാരമായ പലതും അടങ്ങിയിട്ടുണ്ട് താനും. ചെറുവിത്തിന് പോലും ഒരു മരമായി തീരുവാനുള്ള പ്രചോദനങ്ങൾ ഒളിപ്പിക്കുന്നു എന്ന് വ്യക്തമാകുകയല്ലേ. അതിങ്ങനെ പാകപ്പെട്ടു വരുവാൻ പരുവത്തിലുള്ള സ്ഥലങ്ങളും പ്രതലങ്ങളും ഉണ്ടാകുമ്പോൾ അതിങ്ങനെ ഒരു മരമായി, അതിങ്ങനെ ഫലമായി, തണലായി, ശാഖകളായി, മറ്റുള്ളവർക്ക് ആശ്വാസത്തിൻ്റെ കേന്ദ്രങ്ങളായി, അനുഭവത്തിൻ്റെ ഇടങ്ങളായി രൂപപ്പെടുകയും ചെയ്യുന്നുണ്ട്. ജീവിത വിശുദ്ധി എന്ന് പറയുന്നതും ഇത് തന്നെയാണ്. നാം ഇങ്ങനെ നന്മയിൽ തഴച്ചു വളരുമ്പോൾ ആ നന്മയുടെ തണലിലും ശിഖരങ്ങളിലുമൊക്കെ ആർക്കെങ്കിലുമൊക്കെ അഭയം തേടുവാനും അനുഗ്രഹം പ്രാപിക്കുവാനും ആശ്വാസം ലഭിക്കുവാനും കാരണമായി പോലും രൂപപ്പെടുന്നുണ്ട്. ഉപകാരമുള്ളൊരു ജീവിതത്തെക്കുറിച്ചാണ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ദാനമായി കിട്ടിയ ജീവിതം നന്മയായി രൂപപ്പെടുത്തുവാൻ, കൃപയുള്ളതാക്കി തീർക്കുവാൻ കരുണാമയനായ കർത്താവിൻ്റെ കരുണയും അനുഗ്രഹവും സമാധാനവും എന്നും എപ്പോഴും നമ്മളിൽ നിറഞ്ഞു നിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അങ്ങനെ ഹൃദയത്തിൽ വീഴുന്ന വിത്തുകളൊക്കെ നാം പോലും അറിയാതെ ഇങ്ങനെ ഹൃദയത്തിൽ പരുവപ്പെടുമ്പോൾ അതൊരാത്മീയ ശക്തിയാണെന്ന് മാത്രം നമുക്ക് വിശ്വസിക്കാം. ദൈവഹിതം പാലിച്ച് ജീവിക്കുമ്പോൾ ദൈവാശ്രയം, ദൈവാനുഗ്രഹം, ദൈവ കൃപ നമ്മുടെ ജീവിതത്തെ എത്രമാത്രം ശക്തിപ്പെടുത്തുന്നു, എത്രമാത്രം ബലപ്പെടുത്തുന്നു, എത്രമാത്രം നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നുവെന്ന് വ്യക്തമാക്കുകയാണ്. കൃപകൾ നമുക്ക് വേണ്ടി മാത്രമല്ല പങ്കുവെക്കപ്പെടേണ്ടതാണെന്ന് കൂടിയുള്ള ഓർമ്മപ്പെടുത്തലോടുകൂടി ഈ വചനം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.